ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കും മെക്സിക്കൻ റൈസ് ഞാൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1 പോട്ട് റെസിപ്പി. അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് കേട്ടോ. പേരൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ ടിഫിനാണെങ്കിൽ ലഞ്ച് ബോക്സിനാണെങ്കിൽ ഇത് കൊടുത്തു വിടാൻ പറ്റിയ രാജ്മ നല്ല ഹെൽത്തി ആകട്ടോ. മക്കൾക്ക് കൊടുത്തു വിടാനായിട്ട് അല്ലാതെ കഴിക്കത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കൊണ്ടായി കൊടുക്കും, അവർ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ഏറ്റവും ആദ്യം ടൊമാറ്റോ പ്യൂരി റെഡിയാക്കിയെടുക്കാം. മാർക്കറ്റിൽ പോയി നമുക്ക് ടൊമാറ്റോ പ്യൂരിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 4 തക്കാളി നടുക്ക് ഞാനൊന്ന് മൊത്തം പൊളന്നിട്ടില്ല, ഇത് ചെറുതായിട്ടൊന്ന് പൊളന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇത് ഒരു 5 മിനിറ്റത്തേക്ക് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്കിൻ ഇതുപോലെ ഇളകി വരും. ഇനി നമുക്കാണെങ്കിൽ ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ഫൈൻ പ്യൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്ര സിമ്പിളായല്ലേ ടൊമാറ്റോ പ്യൂരി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. പുറത്തുനിന്നൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരാൻ ഒത്തിരി കെമിക്കലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഹെൽത്തിന് വേണ്ടി നല്ലതല്ല. അപ്പോൾ വീട്ടിൽ നമുക്ക് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് വലിയൊരു കടായി എടുക്കാം. കടായിലേക്ക് ഞാനാണെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കാണെങ്കിൽ ഒരു വെളുത്തുള്ളി ഒരെണ്ണമല്ല എന്ന് വെച്ചാൽ മുഴുവൻ ഒരെണ്ണമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചോപ്പണത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് എരിവ് എത്ര മക്കൾ കഴിക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് 5-6 പച്ചമുളക് നെടുകെ ചെറുതാക്കി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ 250 ml കപ്പിന് 1.5 കപ്പ് റൈസ് ഞാൻ ബാസ്മതി റൈസ് എടുത്തേക്കുന്നത്. അതാണെങ്കിൽ കഴുകി ഒരു അരമണിക്കൂറത്തേക്ക് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ അരി എത്ര എടുത്തേക്കുന്നത് അതനുസരിച്ച് വേണം സവാള എടുക്കാനാണ്. ഞാൻ ഒരു വലിയൊരു സവാളയും പിന്നെ ഒരു ചെറിയ സവാളയും അങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1 കപ്പാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ 1 സവാള എടുത്താൽ മതി കേട്ടോ. അതും ചോപ്പണ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബ്രൗണിഷ് കളറായി വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഉപ്പും കുറച്ച് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ടൊമാറ്റോ പ്യൂരി ഇല്ല, നമുക്ക് അതിട്ട് ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഏത് വെജീസാണ് നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ അതേ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഇടണമെന്ന് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്വീറ്റ് കോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആണെങ്കിൽ റെഡും യെല്ലോയും ബെൽ പെപ്പറും ഉണ്ടെങ്കിൽ അതും കൂടെ ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നിർബന്ധമില്ല, ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ അതിൻ്റെ എക്സ്ട്രാ വെള്ളമൊക്കെ എത്ര ഉണ്ടായെന്ന് വെച്ചാൽ അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കകത്ത് കുറച്ച് മസാല ആഡ് ചെയ്തെടുക്കാം. മസാല ഒത്തിരി ഒന്നും വേണ്ട. ഞാനിപ്പോൾ പെപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കും. നിങ്ങളുടെ ഇതില്ലെങ്കിൽ നോർമൽ മുളക് പൊടിയോ അല്ലെങ്കിൽ കശ്മീരി മുളക് പൊടിയോ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് അരി എടുക്കുന്നതുള്ളത് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് രാജ്മ അകത്ത് ഇട്ട് കൊടുക്കാം. വെന്ത രാജ്മയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. രാജ്മ ഒരു 4-5 മണിക്കൂറത്തേക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിനുശേഷം പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് എത്ര മേളി വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ നമുക്കാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് അത്രയും സമയം കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്മ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ 1 കപ്പാണ് എടുത്തേക്കുന്നത്. അതും അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിയൊക്കെയാണെങ്കിൽ കുതിർത്തി വെച്ചില്ലേ, അതിന് വെള്ളം മൊത്തം കളയുക. അതിന് ശേഷം അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അതനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയില്ലായിരുന്നു. ആ ജാറിലോട്ട് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി അതും എടുത്തു കേട്ടോ. ഒന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ 3 കപ്പ് 1.5 കപ്പ് ഞാൻ അരി എടുത്തിട്ടില്ല. അതിന് 1 കപ്പിന് 2 കപ്പ് അളവ് അങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പിന് 1 കപ്പ് അളവ് അങ്ങനെ ടോട്ടൽ 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കണം കേട്ടോ ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. ഈ അരിക്കകത്താണെങ്കിൽ നമ്മൾ ഉപ്പ് പിടിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇച്ചിരി എക്സ്ട്രാ ഉപ്പ് വേണം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം ലോ ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റത്തേക്ക് നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഒരു 15 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വെതറിക്കഴിഞ്ഞാൽ നമ്മുടെ മെക്സിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും